ഓം ശാന്തി. ഞാൻ ഈ ശരീരത്തിലിരിക്കുന്ന ഒരു ചേതന ആത്മാവാണ്. ഭ്രുകുടി മധ്യത്തിൽ ബിന്ദു രൂപത്തിൽ പ്രകാശമയ അമരാത്മാവാണ്. ഏതാനും നിമിഷം ഞാൻ ഈ ആത്മസ്മൃതിയിലിരിക്കുന്നു. ഇപ്പോഴെന്റെ മുന്നിൽ സമയചക്രം ഓർമ്മ വരുന്നു. 84 ജന്മങ്ങളെ ഓർമ്മിക്കുന്നു. സൃഷ്ടിചക്രത്തിന്റെ ആദികാലത്തിൽ സത്യയുഗത്തിൽ സ്വർഗമായിരുന്നു. 4 ഭാഗത്തും സുഖവും ശാന്തിയും പവിത്രതയും സമ്പന്നതയും ഉണ്ടായിരുന്നു. വായു, ജലം, അന്നം സർവ്വതും ശുദ്ധമായിരുന്നു. ഒരേ ഒരു ദൈവീ ധർമ്മമായിരുന്നു. ഒരേ ഒരു ശ്രേഷ്ഠ മര്യാദയായിരുന്നു. രോഗമോ ഭയമോ ഉണ്ടായിരുന്നില്ല. 8 ജന്മം സത്യയുഗത്തിലും തേതയിലെ 12 ജന്മങ്ങളും സുഖശാന്തിയും സമ്പത്തുമുണ്ടായിരുന്നു. ജീവൻ മുക്ത സ്ഥിതിയിലായിരുന്നു. കാലചക്രം തിരിഞ്ഞപ്പോൾ വലിയ വലിയ അമ്പലങ്ങൾ ഉണ്ടാക്കി ഭക്തി ആരംഭിച്ചു. എന്റെ തന്നെ ശ്രേഷ്ഠ ദേവീ സ്വരൂപത്തെ പൂജിച്ചു വന്നു. ദ്വാപരത്തിൽ 21 ജന്മങ്ങളെടുത്തു. ദേഹാഭിമാനം വർദ്ധിച്ചു വന്നതോടുകൂടി ആത്മസ്മൃതി കുറഞ്ഞു. സുഖം വസ്തുക്കളിൽ അന്വേഷിച്ച്, ശാന്തി പുറത്തന്വേഷിച്ച്, പിന്നെ കലിയുഗത്തിൽ 42 ജന്മങ്ങളെടുത്തു. ദുഃഖവും അശാന്തിയും പരവശതയും വർദ്ധിച്ചു വന്നു. ഇതെന്റെ അന്തിമ ജന്മമാണ്. പരമാത്മാവിനെ വിളിച്ചു, ദുഃഖകർത്ത സുഖകർത്ത വരൂ. എന്റെ വിളി കേട്ട് ബാബ വന്നിരിക്കുകയാണ്. ദുഃഖത്തിൽ നിന്നും ഒഴിവാക്കി സത്യുഗത്തിലേക്ക് കൊണ്ടുപോകാൻ. ഈ സംഗമയുഗത്തിൽ ബാബ സത്യജ്ഞാനം തരുന്നു, രാജയോഗം പഠിപ്പിക്കുന്നു. ഞാൻ ആത്മാ ശിവബാബയുടെ ഓർമ്മയിൽ സ്ഥിതമാകുന്നു. സർവശക്തിവാൻ ബാബയിൽ നിന്നും ശക്തിയെടുക്കുന്നു. ഓർമ്മയുടെ അഗ്നിയിൽ പഴയ സംസ്കാരങ്ങളെയും വികർമ്മങ്ങളെയും സമാപ്തമാക്കുന്നു. മനസ്സ് ശാന്തം, ബുദ്ധി സ്വച്ഛം, സംസ്കാരം ശുദ്ധമാണ്. ഇപ്പോൾ എനിക്ക് പാവനമായി പരമധാമ വീട്ടിലേക്ക് പോകണം. 84 ജന്മങ്ങളുടെ കഥ പൂർണ്ണമായി. വീണ്ടും എനിക്ക് നവയുഗത്തിലേക്ക് വരണം, സ്വർഗത്തിലേക്ക് വരണം.
ഈ പഠിത്തം എൻ്റെ വരുമാന മാർഗമാണ്. ഇതിലൂടെ ഞാൻ മനുഷ്യനിൽ നിന്നും ദേവതയാകുന്നു. 21 ജന്മത്തേക്ക് സത്യസമ്പാദ്യം ചെയ്യുന്നു. ബുദ്ധിയിൽ പരമതമോ മന്മതമോ ഇല്ലെങ്കിൽ ബാബ കേൾപ്പിക്കുന്ന മധുരമായ കാര്യങ്ങൾ ധാരണയാകുന്നു. അതിനാൽ മനുഷ്യനിൽ നിന്നും ദേവതയാകാൻ ബാബയുടെ ശ്രീമതത്തിലൂടെ മാത്രം നടക്കുന്നു. നോളജ്ഫുൾ ഒരു ബാബ മാത്രമാണ്. ബാബ സ്വർഗത്തിന്റെ സമ്പത്ത് നൽകുന്നു. കൽപ്പം മുമ്പും നൽകിയിരുന്നു. പിന്നീട് 84 ജന്മങ്ങൾക്ക് ശേഷം ബാബ വന്ന് രാജധാനിയുടെ സ്ഥാപന ചെയ്യുന്നു. ഈ പഠിത്തം മനുഷ്യനിൽ നിന്ന് ദേവതയാകുന്നതിൻ്റെതാണ്. ഞാൻ ശൂദ്രനിൽ നിന്നും ബ്രാഹ്മണനായി മാറിയിരിക്കുന്നു. മുഴുവൻ കൽപ്പത്തിലും ഒരു തവണ മാത്രം ബാബ വന്ന് അനേക ധർമ്മത്തിന്റെ വിനാശവും ഒരു ധർമ്മത്തിന്റെ സ്ഥാപനയും ചെയ്യുന്നു. ബാബയുടെ മഹിമ തന്നെ കുട്ടികളുടേതുമാകുന്നു. മാസ്റ്റർ ജ്ഞാനത്തിന്റെ സാഗരം, സുഖത്തിന്റെ സാഗരം, പ്രേമത്തിന്റെ സാഗരം ഇവിടെയായി മാറണം. ആർക്കും ദുഃഖം കൊടുക്കുന്നില്ല. ഞാൻ നിർവികാരി ബ്രാഹ്മണനായി മാറിക്കൊണ്ടിരിക്കുന്നു. ഈശ്വരന്റെ സന്താനമായി വികാരിയിൽ നിന്നും നിർവികാരി ദേവതയായി മാറുന്നു. ബാബ അലക്കുകാരനാണ്. ഞാനും സഹായിയാകുന്നു. അഴുക്കുള്ള ആത്മാരൂപി വസ്ത്രങ്ങൾ അലക്കുന്നു. ബാബ പറയുന്നു, പവിത്രമായി സ്വർഗവാസിയായി മാറൂ. മന്മനാഭവ. ഓർമ്മയുടെ യാത്രയിലൂടെ എന്നിലുള്ള എല്ലാ പാപങ്ങളും ഇല്ലാതാകുന്നു. യോഗാഗ്നിയിലൂടെ ആത്മാവ് പവിത്രമായി മാറും. പിന്നീട് ഈ ശരീരം ഉപേക്ഷിക്കണം. ഞാൻ ശിവബാബയുടേതായി മാറിയിരിക്കുന്നു. ബാബ എനിക്ക് സമ്പത്ത് നൽകിക്കൊണ്ടിരിക്കുന്നു. 21 ജന്മത്തിന്റെ സമ്പത്ത് ഇപ്പോൾ എടുക്കുന്നു. ഇത് ഡ്രാമയിൽ അടങ്ങിയിട്ടുള്ളതാണ്. ഈ പഴയ ലോകം അവസാനിക്കുകയാണ്. ഇപ്പോൾ പുതിയ ലോകത്തിലേക്ക് പോകണം. അതിനാൽ ബാബ പരിധിയില്ലാത്ത സന്യാസം ചെയ്യിക്കുന്നു. ഞാൻ ഒരു ബാബയിൽ നിന്ന് മാത്രം കേൾക്കുന്നു. മോശമായത് കേൾക്കില്ല, കാണില്ല, പറയില്ല. ഞാൻ ബാബയ്ക്ക് സമാനം സുഖത്തിന്റെ സാഗരമാകുന്നു, പ്രേമത്തിന്റെ സാഗരമാകുന്നു. സർവഗുണങ്ങളും ധാരണ ചെയ്യുന്നു. ആർക്കും ദുഃഖം കൊടുക്കില്ല. പരമതത്തിലൂടെ നടക്കില്ല. ഞാൻ ബാബ തന്നിരിക്കുന്ന വരദാനത്തിന്റെ സ്വരൂപമാകുന്നു. ഞാനെന്ന ഭാരത്തെ സമാപ്തമാക്കി പ്രത്യക്ഷ ഫലത്തിന്റെ അനുഭവം ചെയ്യുന്ന ബാലകനും
അധികാരിയുമാകുന്നു. ഞാൻ കേവലം നിമിത്തമാണെന്ന് മനസ്സിലാക്കി കണക്ഷൻ പവർ ഹൗസുമായി യോജിപ്പിക്കുന്നു. എങ്കിൽ ബാപ്പദാദ സ്വമേധയാ ചെയ്യിപ്പിക്കുന്നു. ഞാൻ ബാലകനും അധികാരിയുമാണെന്ന് മനസ്സിലാക്കി ശ്രേഷ്ഠ സ്ഥിതിയിൽ സ്ഥിതി ചെയ്യുന്നു. അപ്പോൾ പ്രത്യക്ഷ ഫലത്തിന്റെ അനുഭവമുണ്ടാകുന്നു. ജ്ഞാനത്തിനോടൊപ്പം ഗുണങ്ങളുടെ ദാനം ചെയ്യൂ എങ്കിൽ സഫലത കിട്ടിക്കൊണ്ടിരിക്കും. ബാബ തന്നിരിക്കുന്ന സൂചനയാണ്. ഏത് കടുത്ത പരിതസ്ഥിതിയിലും കളിയാണെന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ കടുത്ത സമസ്യ പോലും ഭാരരഹിതമാകുന്നു. ഓരോ കാര്യത്തിലും നിശ്ചയബുദ്ധിയായി മുഖത്തിൽ നിന്നും ധൈര്യം കെടുത്തുന്ന വാക്കുകൾ വരരുത്. ഓം ശാന്തി.